ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം സപ്തമസ്കന്ധം അഷ്ടമോധ്യായഃ. എട്ടാമത്തെ അധ്യായത്തിലാണ് ഭഗവാന്റെ നരസിംഹ അവതാരം. ഒന്നാമത്തെ ശ്ലോകം. നാരദ ഉവാച അധ ദൈത്യസുതാഃ സർവേ ശ്രുത്വാ തദനുവർണിതം ജഗൃഹുഃ നിരവധ്യത്വാത് ന ഏവ ഗുരു അനുശിക്ഷിതം. അധ അതിനുശേഷം, പ്രഹ്ലാദന്റെ ഉപദേശത്തിന് ശേഷം, ദൈത്യസുതാഹ ഈ അസുരക്കുട്ടികളും, സർവേ എല്ലാവരും തന്നെ, തദനുവർണിതം പ്രഹ്ലാദന്റെ ആ വാക്യങ്ങൾ കേട്ടപ്പോൾ തന്നെ അവർക്കൊക്കെ അത് അനുഭവിച്ചതുപോലെയായി. കാരണം പ്രഹ്ലാദൻ ഭഗവാനെ അനുഭവിച്ചുകൊണ്ടാണ് ഇത് ഉപദേശിക്കുന്നത്. ഒരാൾ ആധ്യാത്മിക കാര്യങ്ങൾ പഠിച്ചു പറയുന്നതും അനുഭവത്തിൽ നിന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പഠിച്ചു പറയുമ്പോൾ അത് യാന്ത്രികമാകും. അനുഭവത്തിൽ നിന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അനുഭവപ്പെടും. അപ്പോൾ പ്രഹ്ലാദൻ ഇത്ര ഉറപ്പോടുകൂടി ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഭഗവാനാണ് നിങ്ങളുടെ ഏക ആശ്രയം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് നിരവധ്യത്വാത്, ഒരു ദോഷവും ഇല്ലാത്തതാണ് എന്ന് കണ്ട് എല്ലാ കുട്ടികളും ജഗൃഹുഹു സ്വീകരിച്ചു. അതുമാത്രമല്ല, അതിനുശേഷം പിന്നെ ഗുരു അനുശിക്ഷിതം, അതാണ് ഗുരു അനുശിക്ഷിതം, ഗുരു പഠിപ്പിക്കുന്നതൊന്നും പിന്നെ ഈ കുട്ടികളും നയേവ സ്വീകരിച്ചതും ഇല്ല. എല്ലാവരും പിന്നെ പ്രഹ്ലാദനെ പോലെ തന്നെയായി. ആ ക്ലാസ്സുകളിൽ ഇരിക്കുമെന്നല്ലാതെ ഗുരു പറയുന്നതൊന്നും പിന്നെ കേട്ട് ധരിക്കാതെയായി. രണ്ടാമത്തെ ശ്ലോകം. അധ ആചാര്യസുതഃ തേഷാം ബുദ്ധിം ഏകാന്ത സംസ്ഥിതാം ആലക്ഷ്യ ഭീതഃ ത്വരിതഃ രാജ്ഞ ആവേദയത് യഥാ. അതേസമയം ഈ കുട്ടികളുടെ ഈ അലക്ഷ്യഭാവം, താൻ പഠിപ്പിക്കുന്നതൊന്നും കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല എന്നത് ഗുരുപുത്രന്മാർക്കും മനസ്സിലായി. അധ അതിനെ തുടർന്ന് ആചാര്യസുതഃ ശുക്രാചാര്യരുടെ പുത്രൻ ഏകാന്ത സംസ്ഥിതാം മറ്റെന്തോ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്തോ ഒന്നിൽ ഈ കുട്ടികളുടെയൊക്കെ മനസ്സുറച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി, അങ്ങനെയുള്ള തേഷാം ബുദ്ധിം ഈ കുട്ടികളുടെയൊക്കെ ബുദ്ധിയെ ആലക്ഷ്യ കണ്ടിട്ട്, ഇപ്പോൾ താൻ പറയുന്നതൊന്നുമല്ല ഈ കുട്ടികൾ ശ്രദ്ധിക്കുന്നത് എന്ന് കണ്ടിട്ട്, ഭീതഃ സംഭ്രാന്തനായി, ത്വരിതഃ ബദ്ധപ്പാടോടെ, രാജ്ഞെ രാജാവിൻ്റെ അടുക്കൽ ചെന്ന്, യഥാ ഉള്ളതുപോലെ, ആവേദയത് വിവരമറിയിച്ചു. എനിക്കിങ്ങനെ ഒരു സംശയമുണ്ട്, ഇപ്പോൾ കുട്ടികൾ ആരും തന്നെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാതെ ആയിരിക്കുന്നു. മൂന്നാമത്തെ ശ്ലോകം. ശ്രുത്വാ തത് അപ്രിയം ദൈത്യഃ ദുസ്സഹം തനയ അനയം കോപാവേശ ചലദ്ഗാത്രഃ പുത്രം ഹന്തും മനോദധേ. ദൈത്യഃ ഹിരണ്യകശിപു ആകട്ടെ, തത് അപ്രിയം ആ രീതിയിൽ തനിക്ക് അത്രയും അനിഷ്ടവും ദുസ്സഹം പൊറുത്തുകൂടാത്തതുമായ തൻ്റെ സുത അനയം പുത്രന്റെ നെറികേടിനെ ശ്രുത്വ കേട്ടിട്ട്, കോപാവേശ ചലദ്ഗാത്രഃ അത്യധികമായി കലിതുള്ളുന്ന ദേഹത്തോടുകൂടിയവനായി തീർന്ന്, പുത്രം ഹന്തും ഇനി ഇവനെ വെച്ചിരിക്കാൻ സാധിക്കില്ല, പല രീതിയിൽ ശ്രമിച്ചതാണ്, പക്ഷെ അതൊക്കെ മറന്നുപോയി. അങ്ങനെ പുത്രനെ വധിക്കുവാൻ മനഃദധേ ഉള്ളിൽ ഉറപ്പിച്ചു. രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് ഹിരണ്യകശിപു എങ്ങനെ പ്രഹ്ലാദനെ സമീപിച്ചു എന്ന് പറയുന്നു. ക്ഷിപ്വാ പരുഷയാ വാച പ്രഹ്ലാദം അതദർഹണം ആഹ ഈക്ഷമാണഃ പാപേന തിരശ്ചീനേന ചക്ഷുഷാ. 5 പ്രശ്രയ അവനതം ദാന്തം ബദ്ധാഞ്ജലിം അവസ്ഥിതം സർപ്പഃ പദ ആഹത.
ഇവ ശ്വസൻ പ്രകൃതിദാരുണഃ. പ്രകൃതിദാരുണഃ, പ്രകൃത്യാൽ തന്നെ ഭീകരനായിട്ടുള്ള ആ ഹിരണ്യകശിപു അതിൻ്റെ കൂടെ പദ ആഹതഃ, ചവിട്ടേറ്റ സർപ്പഹ ഇവ, പാമ്പ് പോലെ ശ്വസൻ ചീറ്റിക്കൊണ്ട്. അതേസമയം എങ്ങനെ ഇരിക്കുന്ന പ്രഹ്ലാദന്റെ അടുത്തേക്കാണ് പോയത്? പ്രശ്രയ അവനതം, വിനയത്താൽ നമ്രശിരസ്കനായി, ദാന്തം മനസ്സൊതുക്കമുള്ളവനായി, അതായത് അച്ഛൻ ഇങ്ങനെ ചീറിക്കൊണ്ട് വന്നിട്ട് പോലും പേടിക്കാതെ സംയമനത്തോടെ നിൽക്കുന്ന, ബദ്ധാഞ്ജലി തൊഴുകൈയോടെ അവസ്ഥിതം നിൽക്കുന്നവനുമായ പ്രഹ്ലാദം, പാപേന ക്രൂരവും തിരശ്ചീനേന വക്രിച്ചതുമായ ചക്ഷുഷ, ദൃഷ്ടിയാൽ ഈക്ഷമാണഃ നോക്കിക്കൊണ്ട്. അപ്പോൾ പ്രഹ്ലാദനെ ഇങ്ങനെ ക്രൂരമായിട്ടൊക്കെ നോക്കിയത് സത്യത്തിൽ പ്രഹ്ലാദൻ അങ്ങനെ ഒരു നോട്ടം അർഹിക്കുന്നില്ല. അതുകൊണ്ട് പറയുന്നു അതദർഹണം. അങ്ങനെ ആരാലും നോക്കാൻ അർഹിക്കപ്പെടാത്ത ആ പ്രഹ്ലാദൻ പരുഷയാവാച, കർക്കശമായ വചനത്താൽ ഇപ്രകാരം ക്ഷിപ്ത്വാ ആഹ, അവനെ അധിക്ഷേപിച്ച് പറയുകയാണ്. ഹിരണ്യകശിപു പ്രഹ്ലാദനെ അധിക്ഷേപിക്കുകയാണ്. 6-ാമത്തെ ശ്ലോകം. ഹേ ദുർവിനീത മന്ദാത്മൻ കുലഭേദകര അധമ സ്തബ്ധം മത് ശാസനൗധൂതം നേഷ്യേ ത്വാം അദ്യ യമക്ഷയം. ഹേ ദുർവിനീത, അടക്കമില്ലാത്തവനെ, മന്ദാത്മൻ ബുദ്ധി കുറഞ്ഞവനെ, കുലഭേദകര വംശഛിദ്രം വരുത്തിയവനെ, അധമാ നീച നീയോ നശിച്ചു. ഇനി മറ്റുള്ള കുട്ടികളെ കൂടെ നശിപ്പിക്കാനാണോ നിന്റെ പുറപ്പാട്? മച്ഛാസന ഉദ്ധൂതം, എന്റെ ഉത്തരവിനെ വകവയ്ക്കാതെ, സ്തബ്ധം ത്വാം വീണ്ടും അഹങ്കാരം കാട്ടുന്ന നിന്നെ, അദ്യ ഇന്ന് യമക്ഷയം നേഷ്യേ യമപുരത്തേക്ക് ഞാൻ അയക്കുന്നുണ്ട്. ഇനി നിന്നെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. 3 ലോകവും ഭയക്കുന്ന എന്റെ ശാസനയെ തള്ളിക്കളയാൻ മാത്രം ധൈര്യം നിനക്ക് ഇതെവിടുന്ന് കിട്ടി? ആരാണ് നിന്റെ പിൻബലം? 7-ാമത്തെ ശ്ലോകം. ക്രുദ്ധസ്യ യസ്യ കമ്പന്തേ ത്രയഃ ലോകാഃ സഹ ഈശ്വരാഃ തസ്യ മേ അഭീതവൻ മൂഢാ ശാസനം കിം ബലഃ അത്യഗാഃ. യസ്യ ക്രുദ്ധസ്യ, യാതൊരു ഈ ഞാൻ ഒന്ന് കോപിച്ചാൽ പോലും, ത്രയഃ ലോകാഃ 3 ലോകങ്ങളും അവയുടെ ഈശ്വരന്മാരോടുകൂടെ, ലോകപാലന്മാരോടുകൂടെ, സഹൈശ്വരാഹ കമ്പന്തെ കിടിലം കൊണ്ട് വിറയ്ക്കും. അപ്പോഴാണോ നീ തസ്യമേ അങ്ങനെ എല്ലാവരെയും വിറപ്പിക്കാൻ സാധിക്കുന്ന മേ ശാസനം, എന്റെ ആജ്ഞയെ ഹേ മൂഢ കിം ബലഃ, എന്ത് പിൻബലത്തോടു കൂടിയവനായിട്ടാണ്, അഭീതവൻ ഒരു പേടിയുമില്ലാതെ നീ ഇങ്ങനെ അത്യഗാഹ തള്ളിക്കളഞ്ഞത്? നിനക്കെന്താണ് എന്നെ പേടിയില്ലാത്തത്? ഹിരണ്യകശിപു ചോദിച്ചു, ഏത് ബലത്തെ ആശ്രയിച്ചാണ് നീ ഇങ്ങനെ പേടിക്കാതിരിക്കുന്നത് എന്ന്. അതിന് പ്രഹ്ലാദൻ വളരെ സംയമനത്തോടെ ഉത്തരം പറയുന്നു. 8-ാമത്തെ ശ്ലോകം. ന കേവലം മേ ഭവതഃ ച രാജൻ സവൈ ബലം ബലിനാം ച അപരാണ പരേ അപരേ അമീ സ്ഥിരജംഗമാ യേ ബ്രഹ്മാദയഃ യേന വശം പ്രണീതാഃ. ഹേ രാജൻ, എന്റെ ബലം ആരാണെന്ന് ചോദിച്ചില്ലേ? എനിക്ക് മാത്രമല്ല, ബ്രഹ്മാദയഃ പരേ, ബ്രഹ്മാവ് മുതൽക്കുള്ള ഏറ്റവും ഉയർന്നത് എന്ന് നമ്മൾ പറയുന്ന, ഇനി അവരെ ഏറ്റവും താഴ്ന്നത് എന്ന് നമ്മൾ പറയുന്ന പ്രാണിവർഗങ്ങൾ, അണുക്കൾ, ഇങ്ങനെ സ്ഥിരജംഗമാഹ സ്ഥാവര ജംഗമങ്ങൾ, ഏതെല്ലാമോ, അമി ഇവ മുഴുവനും യേനവശം യാതൊരു ശക്തിയാൽ തൻ്റെ അധീനത്തിലേക്ക് പ്രണീതാഹ നയിക്കപ്പെട്ടിരിക്കുന്നുവോ, സഹവൈ ആ പരമാത്മസ്വരൂപനായ ഭഗവാൻ തന്നെയാണ്, മേ എന്റെയും ഭവതഃ ച അങ്ങയുടെയും, ന കേവലം മാത്രമല്ല, അപരാണാം മറ്റുള്ള എല്ലാ, ബലിനാം ച ബലം ഉള്ളവർ എന്ന് അഹങ്കരിക്കുന്നവരുടെയൊക്കെ ബലം, ബലമായിട്ടിരിക്കുന്നത് ആ ഭഗവാനാണ്. ഇനി ആ ഭഗവാൻ ആരാണ് എന്നുകൂടെ പറയുന്നു. 9-ാമത്തെ ശ്ലോകം. സഹ ഈശ്വരഃ കാലഃ ഉരുക്രമഃ
അസൗ ഓജഃ സഹഃ സത്വബല ഇന്ദ്രിയാത്മാ സഹയേവ വിശ്വം പരമഃ സ്വശക്തിഭിഃ സൃജതി അവതി അത്തി ഗുണത്രയേശഃ. സഹ ഭഗവാൻ ഉരുക്രമഃ അത്യധികം പരാക്രമശാലിയും ഈശ്വരഃ എല്ലാ പ്രാണിവർഗത്തെയും നിയന്ത്രിക്കുന്ന കാലഃ കാലമായി വർത്തിക്കുന്നു. അസൗ ആ ഭഗവാൻ തന്നെയാണ് നമ്മുടെയൊക്കെ ഓജഃ ഇന്ദ്രിയ ശക്തി, അതുപോലെ സഹഃ മനഃശക്തിയും ആ ഭഗവാൻ തന്നെയാണ്. സത്വബല ഇന്ദ്രിയാത്മാ ബുദ്ധിശക്തി, ദേഹശക്തി, ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ സ്വരൂപവുമാകുന്നു. പരമഃ എല്ലാറ്റിനും ഉപരി സ്ഥിതി ചെയ്യുന്ന ഗുണത്രയ ഈശഃ സത്വരജ തമോ ഗുണങ്ങളുടെയൊക്കെ അതിനെയൊക്കെ അധീനതയിൽ വെച്ച അതിൻ്റെ ഉടമയാണ്. സഹയേവ സ്വശക്തിഭിഃ ആ ഭഗവാൻ തന്നെയാണ് തൻ്റെ ശക്തികൾ കൊണ്ട് വിശ്വം ഈ പ്രപഞ്ചത്തെ സൃജതി അവതി അത്തി സൃഷ്ടിക്കുന്നതും രക്ഷിക്കുന്നതും സംഹരിക്കുന്നതും. ഹിരണ്യകശിപു തൻ്റെ ശത്രുവാണ് മഹാവിഷ്ണു എന്ന് പറഞ്ഞാണല്ലോ നടക്കുന്നത്. അപ്പോൾ പ്രഹ്ലാദൻ പറയുന്നു, അച്ഛാ, അങ്ങയുടെ ശത്രു ഭഗവാനല്ല, അങ്ങയുടെ ഉള്ളിലെ ഈ ആസുരിക ഭാവമാണ്. അതിനെ അങ്ങ് ഇല്ലാതാക്കിയാൽ മതി, അങ്ങേക്കും മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞത് സത്യമാണ് എന്ന്. 10ാമത്തെ ശ്ലോകം. ജഹി ആസുരം ഭാവം ഇമം ത്വം ആത്മനഃ സമം മനോധത്സ്വ ന സന്തി വിദ്വിഷഃ ഹൃതേ അജിതാത് ആത്മനഃ ഉത്പഥസ്ഥിതാത് തദ്ഹി തദ്ഹി ഹി അനന്തസ്യ മഹത് സമർഹണം. ത്വം അങ്ങ് ആത്മനഃ അങ്ങയുടെ ആസുരം ഇമം ഭാവം അസുരസഹജമായ ഈ സ്വഭാവത്തെ ജഹി വിട്ടുകളയൂ. എന്നിട്ട് മനഃ സമം ധത്സ്വ മനസ്സിനെ സമഭാവനയിൽ കൊണ്ടുവരൂ. അജിതാത് നമുക്ക് ഒതുക്കാൻ പറ്റാത്ത, ഉത്പഥസ്ഥിതാത് തെറ്റായ മാർഗത്തിൽ സ്ഥിതി ചെയ്യുന്ന, ആത്മനഃ ഹൃദേ അവനവന്റെ വികാര വിചാരങ്ങളല്ലാതെ നമുക്ക് വേറെ ശത്രുക്കളില്ല. വിദ്വിഷഃ ന സന്തി അങ്ങയ്ക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത അങ്ങയുടെ ഈ വികാര വിക്ഷോഭങ്ങളാണ് അങ്ങയുടെ ശത്രുക്കൾ. വേറെ ശത്രുക്കൾ അങ്ങയ്ക്കില്ല. ഹി എന്തെന്നാൽ തത് ഹി ആ സർവസമഭാവന മാത്രമാണ് അനന്തസ്യ മഹത് സമർഹണം. ഭഗവാനു വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആരാധന എല്ലാവരെയും ഒരേപോലെ കാണുക എന്നതാണ്. നമ്മുടെ ഉള്ളിലെ ആസുരികമായ ഭാവത്തെ ഇല്ലാതാക്കുക, എന്നിട്ട് എല്ലാവരെയും സ്നേഹിക്കുക. ഇതാണ് ഭഗവാന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ നിവേദ്യം. 11ാമത്തെ ശ്ലോകം. ദസ്യൂൻ പുരാ ഷട്ട് ഷണ്ണ വിജിത്യ ലുംപതോ മന്യന്ത ഏകേ സ്വജിതാഹ ദിശോ ദശ ജിതാത്മനോ ന്യസ്യ സമസ്യ ദേഹിനാം സാധോഹോ സ്വമോഹ പ്രഭവാഹ കുതഃ പരേ. അങ്ങയെ പോലെയുള്ള ഏകാധിപതികൾ ലുംപതഃ സത്യത്തിൽ നമ്മെ കവർന്നെടുക്കുന്ന ഷഡ് ദസ്യൂൻ 6 ഇന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കളെ പുരാനവിജിത്യ ആദ്യം ഒതുക്കാതെ ദശദിശഃ ഞാനിതാ 10 ദിക്കും ജയിച്ചിരിക്കുന്നു എന്ന് ബാഹ്യമായിട്ട് എന്തിനെയൊക്കെയോ വെട്ടിപ്പിടിച്ചിട്ട് ഞാനെല്ലാം ജയിച്ചു എന്ന് പറയുന്നു. സത്യത്തിൽ അവനവനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരാൾ ഏറ്റവും വലിയ തോൽവിയാണ്. ഇങ്ങനെ ബാഹ്യമായിട്ടുള്ള രാജ്യങ്ങളെ പിടിച്ചെടുത്ത് എല്ലാവരെയും പേടിപ്പിച്ചിട്ടൊക്കെ ഞങ്ങൾ ജയിച്ചു എന്ന് സങ്കല്പിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഒരു സമരം പ്രഖ്യാപിച്ചാൽ എല്ലാവരും വീട്ടിലിരിക്കും. അത് സമരത്തോടുള്ള ഐക്യപ്പെടലല്ല, ഭയമാണ്. കാരണം അവരെ ഭയപ്പെടുത്തുകയാണ്. എങ്ങാനും കട തുറന്നാൽ നിന്റെ കട ഞങ്ങൾ അടിച്ചു പൊട്ടിക്കും എന്ന സൂചന പലതവണ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇവരെ ഭയന്നിട്ട് എല്ലാവരും വീട്ടിലിരിക്കുന്നു. അങ്ങനെ ഏറ്റവും വലിയ ഭീരുക്കളായ ഈ രാഷ്ട്രീയക്കാർ ചിന്തിക്കുന്നു, ഞങ്ങളുടെ സമരത്തിനോട് ഐക്യപ്പെട്ട്, സത്യത്തിൽ അവർക്കും അറിയാം ഇത് ഭയപ്പെട്ടിട്ടാണെന്ന്, എന്നാലും പറയുക അങ്ങനെയാണ്. ഈ സമരം വിജയമായിരുന്നു, എല്ലാവരും സഹകരിച്ചു. സത്യത്തിൽ ഭയമാണ് അവിടെ വിജയിച്ചത്.
അതേസമയം ജിതാത്മനഃ അവനവനെ നിയന്ത്രിച്ചവൻ ദേഹിനാം ശരീരികൾക്കിടയിൽ സമസ്യ തുല്യഭാവനയുള്ളവനും ജ്ഞസ്യ വിവേകിയുമായ സാധോഹോ ഒരു ഭക്തന് സ്വമോഹപ്രഭവാഹ തന്റെ അജ്ഞതയിൽ നിന്നും ഉടലെടുത്ത പരേ ശത്രുക്കൾ കുതഹ എങ്ങനെ ഉണ്ടാകും? അങ്ങ് ചോദിച്ചില്ലേ എന്തുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നില്ല, എനിക്ക് ശത്രുക്കളില്ല, പിന്നെ ഞാൻ ആരെ ഭയപ്പെടണം? പ്രഹ്ലാദന്റെ നിർഭയമായ ഈ വാക്കുകൾ കേട്ട് ഹിരണ്യകശിപു അത്യന്തം ക്രോധാകുലനായി. ഹിരണ്യകശിപു ഉവാച 12-ാമത്തെ ശ്ലോകം. വ്യക്തം ത്വം മർത്തുകാമഃ അസി യഹ അതിമാത്രം വിഗദ്ധസേ മുമൂർഷൂണാം ഹി മന്ദാത്മൻ നനു സ്യുഹു വിപ്ലവാ ഗിരഃ. ത്വം നീ മർത്തുകാമഃ മരിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് എന്ന് അസി നീ അങ്ങനെയാണ് എന്നിപ്പോൾ എനിക്ക് വ്യക്തമായി. നീ എൻ്റെ കൈകൊണ്ട് മരിച്ചേ അടങ്ങൂ എന്ന് ഉറപ്പിച്ചവനെ പോലെ ആയി. കാരണം യഹ യാതൊരു നീ അതിമാത്രം വിഗദ്ധസെ ഒരുപാട് വീമ്പ് പറയുന്നു. ഹി എന്തെന്നാൽ ഹേ മന്ദാത്മൻ എടാ ബുദ്ധി കെട്ടവനെ മുമൂർഷൂണാം ചാകാൻ തുനിഞ്ഞവരുടെ ഗിരഹ വാക്കുകൾ വിപ്ലവാഹ തനു മേലും കീഴുമില്ലാത്തവയായിരിക്കുമല്ലോ. സ്യുഹു അങ്ങനെ ആയിരിക്കുമല്ലോ. ചാകാൻ പോകുന്നവർക്ക് എന്ത് പറയണം എന്ന് ഒരു ബോധമുണ്ടാവുകയില്ല. അതുപോലെയാണ് നീ ഇപ്പോൾ സംസാരിക്കുന്നത്. 13-ാമത്തെ ശ്ലോകം. യഹ ത്വയാ മന്ദഭാഗ്യഃ ഉക്തഃ മദന്യഃ ജഗദീശ്വരഃ ത്വാസൗ യദി സഹ സർവത്ര കസ്മാത് സ്തംഭേന ദൃശ്യത്തെ. ഹേ മന്ദഭാഗ്യ എടാ ഭാഗ്യം കെട്ടവനെ, മദന്യഃ ഞാനല്ലാതെ വേറെ ഒരു ജഗദീശ്വരഃ ഈ ലോകത്തിന് നിയന്താവായിട്ട് യഹ ഏതോ ഒരുത്തനുണ്ടെന്ന് ത്വയാ ഉക്തഃ നിന്നാൽ പറയപ്പെട്ടുവല്ലോ. അസൗക്വ അവനെവിടെ? നീ പറഞ്ഞു സഹ സർവത്ര അവൻ എങ്ങുമുണ്ട് എന്ന്. എന്നാൽ പിന്നെ യതി സ്തംഭേ ഈ തൂണിൽ കസ്മാത് ന ദൃശ്യത്തെ എന്തുകൊണ്ട് കാണപ്പെടുന്നില്ല? 14-ാമത്തെ ശ്ലോകം. സഹ അഹം വികത്തമാനസ്യ ശിരഃ കായാത് ഹരാമി തേ ഗോപായേത ഹരിഹി ത്വ അദ്യ യഹതേ ശരണം ഇപ്സിതം. സഹ അഹം അങ്ങനെയുള്ള ഈ ഞാൻ വികത്തമാനസ്യ എന്നോട് എന്തിനും വിപരീതം പറയുന്ന തേ ശിരഃ നിന്റെ തലയെ കായാത്ത് ആ ഉടലിൽ നിന്ന് ഹരാമി ഞാൻ വേർപ്പെടുത്തുന്നുണ്ട്. യഹ തേ ശരണം ഏതോ ഒരുത്തൻ നിന്റെ രക്ഷയായിട്ട് ഈപ്സിതം കരുതുന്നുണ്ടല്ലോ. അങ്ങനെയുള്ളവൻ ഹരിഹി ആ ഹരി എന്ന് പറയുന്നവൻ അദ്യത്വാ ഇപ്പോൾ നിന്നെ ഗോപായേത രക്ഷിച്ചുകൊള്ളട്ടെ, ഞാനൊന്ന് കാണട്ടെ അവൻ വന്ന് നിന്നെ രക്ഷിക്കുന്നത്. 15-ാമത്തെ ശ്ലോകം. ഏവം ദുരുക്തൈഹി മുഹുഹു അർദ്ധയൻ ഋഷാ സുതം മഹാഭാഗവതം മഹാസുരഃ ഖഡ്ഗം പ്രഗൃഹ്യ ഉത്പതിതോ വരാസനാത് സ്തംഭം തതാട അതിബലഃ സമുഷ്ടിനാ. മഹാസുരഃ അസുരപുങ്കവൻ മഹാഭാഗവതം സുതം ഭഗവത് ഭക്തോത്തമനായ ആ മകനെ ഏവം ദുരുക്തൈഹി ഇങ്ങനെയുള്ള ദുർഭാഷണങ്ങളാൽ മുഹുഹു അർദ്ധയൻ പിന്നെയും പിന്നെയും പീഡിപ്പിച്ചുകൊണ്ട് ഋഷാ രോഷത്തോടെ ഖഡ്ഗം പ്രഗൃഹ്യ തന്റെ വാൾ ഓങ്ങിപ്പിടിച്ച് വരാസനാത് ഉത്പതിതഃ ആ സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അതിബലഃ വലിയ ബലശാലിയായ അവൻ സ്വമുഷ്ടിന തന്റെ മടക്കിപ്പിടിച്ച കൈകൊണ്ട് ആദ്യം ആ സ്തംഭം തത്താട ആ ഒരു ദേഷ്യത്തെ തീർക്കാൻ തൂണിൽ ഇടിച്ചു. 16-ാമത്തെ ശ്ലോകം. തദായേവ തസ്മിൻ വിനദഃ അതിഭീഷണഃ ബഭൂവ യേന അണ്ഡകടാഹം അസ്ഫുടത് യം വൈ സ്വധിഷ്ണ്യ ഉപഗതം തു അജാദയഃ ശ്രുത്വാ സ്വധാമ അപ്യയം അംഗാ മേനിരേ. ഹേ അംഗാ യുധിഷ്ഠിര, തദായേവ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി ആ തൂണിൽ ഇടിച്ചപ്പോൾ തന്നെ തസ്മിൻ അതിഭീഷണഃ വിനദഃ ബഭൂവ അതിനകത്ത് നിന്ന് അതിഘോരമായ ഒരു ഗർജനമുണ്ടായി. ഇങ്ങനെ ഒരു ഗർജനത്താൽ യേന അണ്ഡകടാഹം അസ്ഫുടത് ഈ ബ്രഹ്മാണ്ഡകടാഹം തകർന്നുപോ എന്ന് തോന്നുന്ന പോലെ
അജാതയഃ തു ബ്രഹ്മാദിദേവന്മാരൊക്കെ സ്വധിഷ്ണ്യ ഉപഗതം അവരുടെ ആസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേർന്ന യം യാതൊരു ഭീഷണ ശബ്ദത്തെ ശ്രുത്വാവൈ കേട്ടപ്പോൾ തന്നെ സ്വധാമാപ്യയം അവനവന്റെ വാസകേന്ദ്രങ്ങൾക്ക് നാശമായെന്ന് പോലും അവർ മേനിരെ കരുതി. അതുപോലെയൊരു ഭീഷണ ശബ്ദമായിരുന്നു അണ്ഡകടാഹം ഞെട്ടുമാറ് അവരെല്ലാവരും കേട്ടത്. 17-ാമത്തെ ശ്ലോകം. സഹവിക്രമൻ പുത്രവധ ഇപ്സുഹു ഓജസ നിശമ്യ നിർഹ്രാദം അപൂർവമദ്ഭുതം അന്തഃസഭായാം ന ദദർശ തത്പദം വിതത്രസുഹു യേന സുരാരിയൂഥപാഹ. പുത്രവധ ഈപ്സുഹു തന്റെ പുത്രന്റെ വധത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഓജസ ആവേശത്തോടെ വിക്രമൻ അടിവച്ച് നീങ്ങിയിരുന്ന സഹ അവൻ യേന യാതൊന്നു ഹേതുവായി സുരാരിയൂഥപാഹ അസുരസംഘ തലവന്മാർ വിതത്രസുഹു കിടുകിടെ വിറച്ചുപോയോ. പക്ഷേ അങ്ങനെയുള്ള അപൂർവം അദ്ഭുതം മുൻപ് കേട്ടിട്ടില്ലാത്ത ആശ്ചര്യകരമായ ആ നിർഹ്രാദം ഘോരനാദത്തെ നിശമ്യ കേട്ടിട്ട് ചുറ്റും നോക്കി. പക്ഷേ അന്തഃസഭായാം ആ സഭാമധ്യത്തിലെങ്ങും തത്പദം അതിന്റെ ഉദ്ഭവസ്ഥാനം നദദർശ കണ്ടെത്തിയില്ല. എല്ലാവരും ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇത് എവിടെ നിന്നാണ് ഈ ശബ്ദമെന്ന് ആരും കാണുന്നുണ്ടായിരുന്നില്ല. 18-ാമത്തെ ശ്ലോകം. സത്യം വിധാതും നിജഭൃത്യ ഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ചാത്മനഃ അദൃശ്യത അത്യദ്ഭുതരൂപം ഉദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം. ആ സമയത്ത് ഭഗവാൻ നിജഭൃത്യ ഭാഷിതം ച തന്റെ ഭൃത്യനായ പ്രഹ്ലാദന്റെ വാക്കിനെയും അഖിലേഷു ഭൂതേഷു സമസ്തങ്ങളായ ചരാചരങ്ങളിലും ആത്മനഃ വ്യാപ്തിം ച തന്റെ വ്യാപകത്വത്തെ സത്യം വിധാതും സത്യമാണ് എന്ന് തെളിയിക്കുവാൻ ന മൃഗം ന മാനുഷം മൃഗമല്ലാത്തതും എന്നാൽ മനുഷ്യനാണെന്ന് പറയാൻ സാധിക്കാത്തതുമായ അത്യദ്ഭുത രൂപം അത്യാശ്ചര്യകരമായ ആ നരസിംഹരൂപത്തെ ഉദ്വഹൻ ധരിച്ചുകൊണ്ട് സഭായാം സഭാമധ്യത്തിൽ ഹിരണ്യകശിപുവിനാൽ സ്തംഭേ അടിച്ച ആ തൂണിൽ അദൃശ്യത പ്രത്യക്ഷപ്പെട്ടു. എല്ലാ ഭൗതിക വികാരങ്ങളിലും പഞ്ചമഹാഭൂതങ്ങളിലും ഭഗവാൻ ആത്മാവായിട്ട് വ്യാപകത്വേന വർത്തിക്കുന്നുണ്ട് എന്ന് പ്രഹ്ലാദൻ അസുരബാലന്മാരോട് പറഞ്ഞിരുന്നു. ആ വാക്ക് സത്യമാക്കാൻ, അതുപോലെ തന്റെ ഭൃത്യന്മാരായ സനകാദി മുനീശ്വരന്മാർ ജയവിജയന്മാർക്ക് കൊടുത്ത ശാപമോക്ഷവും സത്യമാക്കണം. 3 പ്രാവശ്യം അസുരയോനിയിൽ ജനിക്കുകയും അതാത് അവസരങ്ങളിൽ ഭഗവാനാൽ നിഗ്രഹിച്ചനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവർക്ക് വിഷ്ണു പാർഷദത്വം വീണ്ടും ലഭിക്കുമെന്നായിരുന്നു സനകാദികളുടെ തിരിച്ചുള്ള ശാപമോചനം. അതുപോലെ ഹിരണ്യകശിപു ബ്രഹ്മദേവനോട് ആവശ്യപ്പെട്ടത് അകത്തുവെച്ചോ പുറത്തുവെച്ചോ മനുഷ്യരാലോ മൃഗങ്ങളാലോ എന്നു വേണ്ട ബ്രഹ്മസൃഷ്ടിയിൽപ്പെട്ട യാതൊരുവരാലും താൻ വധ്യനാകരുത് എന്ന വരമായിരുന്നു. അപ്പോൾ നരസിംഹമൂർത്തി മനുഷ്യനല്ല, മൃഗമല്ല, ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതല്ല. അതുപോലെ സഭാഭവനത്തിന്റെ അകത്തും പുറത്തുമല്ലാതെയുള്ള സ്തംഭത്തിൽ നിന്നാണ് ഭഗവാൻ അവതരിച്ചത്. മാതൃഗർഭത്തിലിരിക്കുന്ന പ്രഹ്ലാദനെ കുറിച്ച് നാരദ മഹർഷി ഇന്ദ്രനോട് പറഞ്ഞിരുന്നു, ഈ ശിശു മഹത്വമുള്ളവനാണ്, ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അനുചരനാണ്, അങ്ങേക്ക് ഇവനെ കൊല്ലാൻ കഴിയുകയില്ല എന്ന്. ഇങ്ങനെയുള്ള തന്റെ ഭൃത്യനായ നാരദന്റെ ഭാഷിതത്തെയും സത്യമാക്കണം. ഇങ്ങനെയൊക്കെ ആ വാക്കുകളെ സത്യമാക്കാനായിട്ടുള്ള ഭഗവാന്റെ അവതാരമായിരുന്നു നരസിംഹാവതാരം. 19-ാമത്തെ ശ്ലോകം. സഹസത്വം ഏനം പരിതഃ അപി പശ്യൻ സ്തംഭസ്യ മധ്യാത് അനു നിർജിഹാനം നായം മൃഗഃ നാപി നരഃ വിചിത്രം അഹോ കിം ഏതത് നൃമൃഗേന്ദ്രരൂപം. സഹ ആ ഭീഷണ ശബ്ദത്തെ കേട്ട് ആ ഹിരണ്യകശിപു ഏനം സത്വം ഈ ശബ്ദമുണ്ടാക്കിയ ആ പ്രാണിവിശേഷത്തെ പരിതഃ അപി പശ്യൻ ചുറ്റുപാടും ഇങ്ങനെ ആരാഞ്ഞുകൊണ്ടിരിക്കെ സ്തംഭസ്യ മധ്യാത് തൂണിന്റെ മധ്യഭാഗത്ത് നിന്ന് അനു ക്രമേണ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. അങ്ങനെ നിർജിഹാനം
പുറത്തേക്ക് ചാടി വരുന്ന നൃമൃഗേന്ദ്ര രൂപം, മനുഷ്യന്റെയും സിംഹത്തിന്റെയും സമ്മിശ്ര രൂപത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങി. അയം ന മൃഗഃ, ഇത് മൃഗമല്ലല്ലോ, നരഹ അപി, മനുഷ്യനുമല്ല, വിചിത്രം അഹോ, എന്തൊരു അത്ഭുതമാണിത്, കിമേതത്, ഇതെന്താണ്, ഇതിനെ ഞാൻ എന്താണ് വിളിക്കേണ്ടത്? 20-ാമത്തെ ശ്ലോകം. മീമാംസമാനസ്യ സമുദ്ധിതോ അഗ്രതോ നൃസിംഹരൂപഃ തദലം ഭയാനകം പ്രതപ്ത ചാമീകര ചണ്ഡലോചനം സ്ഫുര സടാകേസര ജൃംഭിദാനനം. മീമാംസമാനസ്യ, ഇങ്ങനെ ഇതെന്തു രൂപമാണ്, ഇതിനെ ഞാൻ എന്ത് വിളിക്കണം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്ന അവന്റെ അഗ്രതഃ, മുൻവശത്തായിട്ട്, നൃസിംഹരൂപഃ ഹരിഹി, നരസിംഹാകാരം ധരിച്ച ശ്രീഹരി, സമുദ്ധിതഃ, നേർക്കുനേർ അങ്ങനെ നിലകൊണ്ടു, തത്, ആ രൂപം, അലം ഭയാനകം, അത്യധികം ഭീതിജനകമായിരുന്നു. പ്രതപ്ത ചാമീകര ചണ്ഡലോചനം, ഉരുക്കിയ സ്വർണം പോലെയുള്ള പിങ്കള നിറമുള്ള അത്യുഗ്ര നേത്രങ്ങളോടും കണ്ണിങ്ങനെ ജ്വലിക്കുകയാണ്. സ്ഫുര സടാകേസര ജൃംഭിദാനനം, ചിതറിത്തിളങ്ങുന്ന ജടകളാലും കണ്ഠരോമങ്ങളാലും വീർത്തിരിക്കുന്ന മുഖമണ്ഡലത്തോടും കൂടിയ അത്രയും ഭയാനകമായ ആ നരസിംഹരൂപം ഹിരണ്യകശിപുവിന്റെ നേർക്കുനേർ നിന്ന് ആ കണ്ണിലേക്ക് ഇങ്ങനെ ഉറ്റുനോക്കുകയാണ്. 21. കരാളദംശം കരവാള ചഞ്ചല ക്ഷുരാന്തജിഹ്വം ഭൃഗുടീ മുഖോൽബണം സ്തബ്ധ ഊർധ്വകർണം ഗിരികന്ദരാദ്ഭുത വ്യാത്ത ആസ്യനാസം അനുഭേദ ഭീഷണം. ഭഗവാന്റെ ആ രൂപം കരാളദംശം, ഭീകരമായ തേറ്റകളോടും, കരവാള ചഞ്ചലം, വാളുപോലെ ലോലവും കത്തിമുന പോലെ ക്ഷുരാന്തജിഹ്വം, തീഷ്ണവുമായ നാക്കുള്ളതുമായിരുന്നു. ഭഗവാന്റെ പുറത്തേക്ക് നീട്ടിയ ആ നാക്ക് ഒരു വാളാണോ എന്ന് തോന്നിപ്പോകുന്നു. ഭൃഗുടീ മുഖ ഉൽബണം, വക്രിച്ച പുരികങ്ങളുള്ള മുഖത്താൽ ഭീമമായതും, സ്തബ്ധ ഊർധ്വകർണം, ഇളക്കമില്ലാതെ ആ ചെവികൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഗിരികന്ദരാദ്ഭുത വ്യാത്ത ആസ്യനാസം, ഒരു പർവ്വത ഗുഹ പോലെ വിസ്മയാവഹമായി പിളർത്തിയ വായ, അത്രയും ഒരു ഗുഹയാണോ പിളർന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വായയും നാസികാദ്വാരങ്ങൾ എന്നിവയോട് കൂടിയതും, അനുഭേദ ഭീഷണം, ഭഗവാന്റെ താടിയുടെ ആ പിളർച്ചയാൽ ഭയാവഹം ആയിരുന്ന ആ രൂപമാണ് ഹിരണ്യകശിപു കാണുന്നത്. 22-ാമത്തെ ശ്ലോകം. ദിവിസ്പൃശത് കായം അദീർഘ പീവര ഗ്രീവ ഉരു വക്ഷസ്ഥലം അല്പമധ്യമം ചന്ദ്രാംശു ഗൗരൈഹി ഛുരിതം തനൂരുഹൈഹി വിശ്വഭുജാനീകശതം നഖായുധം. ദിവിസ്പൃശത് കായം, ആകാശം മുട്ടെ ഉയരമുള്ള ആ ദേഹത്തോടും, അദീർഘം, കുറുകിത്തടിച്ച പീവരഗ്രീവം, കണ്ഠത്തോടും, വിശാലമായ വക്ഷസ്ഥലം, ഒരു വക്ഷസ്ഥലം, വിശാലമായ മാറിടത്തോടും, അല്പമധ്യമം, കൃശമായ അരക്കെട്ടോടും കൂടിയതായിരുന്നു ആ ഭഗവാന്റെ നരസിംഹരൂപം. അതേസമയം ഭഗവാന്റെ നിറം പറയുന്നത് ചന്ദ്രാംശു ഗൗരം, ചന്ദ്രകിരണം പോലെ വെണ്മയുള്ള തനൂരുഹൈഹി, ശരീരരോമങ്ങളാൽ ഛുരിതം, വ്യാപ്തമായതും, വിശ്വഭുജാനീകശതം, ചുറ്റും കാണപ്പെടുന്ന 100 കണക്കിന് കൈകളോടും, ആ കൈകളിലൊക്കെയുള്ള നഖം ഭഗവാന്റെ ആയുധമായിരുന്നു. നഖായുധത്തോടും കൂടിയ ഭഗവാനെയാണ് ഹിരണ്യകശിപു കാണുന്നത്. 23-24 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു. ദുരാസദം സർവനിജ ഇതരായുധ പ്രവേഗ വിദ്രാവിത ദൈത്യദാനവം പ്രായേണ മേ അയം ഹരിണ ഉരുമായിന വധസ്മൃത അനേന സമുദ്യതേന കിം. 24. ഏവം ബ്രുവൻ തു അഭ്യപതത് ഗദായുധോ നദൻ നൃസിംഹം പ്രതി ദൈത്യകുഞ്ചരഃ അലക്ഷിതോ അഗ്നൗ പതിതഃ പതംഗമോ യഥാ നൃസിംഹ ഓജസി സഹ അസുരഃ തഥാ. ദുരാസദം, അടുക്കാനാകാത്തതും, സർവനിജ ഇതര ആയുധ പ്രവേഗ വിദ്രാവിത ദൈത്യദാനവം, തന്റെ ചക്രാദി ആയുധങ്ങൾക്ക് പുറമെ വേറെയും വജ്രാദികളായ ആയുധങ്ങളാൽ ആട്ടിയകറ്റപ്പെട്ട അസുര സംഘത്തോടു കൂടിയ ആ ഹിരണ്യകശിപു ഇങ്ങനെ ചിന്തിക്കുകയാണ്. പ്രായേണ, അധികപക്ഷവും, ഉരുമായിന, വലിയ മായാവിയായ ഹരിണ, സിംഹവേഷത്തിൽ നിൽക്കുന്ന ആ വിഷ്ണുവിനാൽ മേ അയം വധഃ, എന്റെ വധം, സ്മൃതഃ, അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷെ എന്ത് കാര്യം?
എന്നെ ഇതിനൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല. അനേന സമുദ്യതേന കിം, ഇങ്ങനെ ഏവം ബ്രുവൻ തു, പറഞ്ഞുകൊണ്ട് ഉടൻ തന്നെ ആ ദൈത്യകുഞ്ചരഹ അസുരപ്രവരൻ ഗദായുധ നദൻ, ഗദായുധമേന്തി അലറിക്കൊണ്ട് നൃസിംഹം പ്രതി അഭ്യപതത്, നരസിംഹമൂർത്തിയുടെ നേർക്ക് കുതിച്ചു ചാടി. പക്ഷേ അഗ്നൗ പതിതഃ പതംഗമഃ യഥാ, അഗ്നിയിൽ വീണ പാറ്റ പോലെ. സഹ അസുരഃ തഥാ അലക്ഷിതഃ, ആ അസുരൻ അപ്പോൾ കാണപ്പെടുകയുണ്ടായില്ല. ഈ ഒരു ഒച്ചപ്പാടും ബഹളവും ഭഗവാന്റെ നൃസിംഹരൂപവും ഒക്കെ കണ്ടപ്പോൾ ഹിരണ്യകശിപു ഒന്ന് പതറിപ്പോയി. എന്നിട്ടും അത് പുറത്ത് കാണിക്കാതെ, എന്ത് കാര്യം, ഇതുകൊണ്ടൊന്നും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന ആ ഒരു വാശിയോടെ, ആ ഒരു വീര്യത്തോടെ ഗദായുധമേന്തി അലറിക്കൊണ്ട് നരസിംഹമൂർത്തിയുടെ മുന്നിലേക്ക് കുതിച്ചു ചാടിയ ആ ഹിരണ്യകശിപുവിനെ ഭഗവാന്റെ ആ തേജപ്രസരത്താൽ വേറെ ആർക്കും കാണാൻ സാധിച്ചില്ല. ഹിരണ്യകശിപു അങ്ങനെ അങ്ങ് ചെറുതായതുപോലെ ആയിപ്പോയി. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.